ജിസിയ ഒരു വലിയ വിഷയമാണ്, കുറേ ഭാഗങ്ങൾ സംസാരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. പല മുസ്ലിമീങ്ങൾക്കും ഈ ജിസിയയുടെ വിഷയത്തിൽ വേണ്ടത്ര ഒരു പരിജ്ഞാനമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പല ആളുകളും പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേൾക്കണതാണ്, മുസ്ലിമീങ്ങളുടെ മേൽ സക്കാത്തുണ്ട്. ഇസ്ലാമിക നാടുകളിൽ ആ മുസ്ലിമീങ്ങളുടെ മേൽ എന്ത് സാമ്പത്തിക ബാധ്യതയാണുള്ളത്? അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് സക്കാത്തിന് പകരമാണ് ആ മുസ്ലിമീങ്ങളുടെ മേൽ ജിസിയ എന്നുള്ളതാണ്. ഈ താരതമ്യം എത്ര അന്യായമാണ്! ഈ താരതമ്യം ഇസ്ലാമിനോട് ചെയ്യുന്ന എത്ര വലിയ ഒരു ക്രൂരതയാണ്! യഥാർത്ഥത്തിൽ സക്കാത്ത് നമുക്കറിയാം, നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കുന്നവരാണ്. ഏതൊക്കെ സ്വത്തിൽ എത്ര അളവ്, അത് ആരുടെയൊക്കെ മേൽ ബാധ്യതയാണ്. ഒരു ചെറുബാലൻ അനാഥനാണ്, പക്ഷെ സക്കാത്ത് കൊടുക്കാനുള്ള സ്വത്തുണ്ട് എങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു തആല അൻഹു അതൊരു ഖുതുബയായിട്ട് അവതരിപ്പിച്ചു, യതീമുകളുടെ സ്വത്തിൽ നിങ്ങൾ കച്ചവടം നടത്തണം, അതിന് സക്കാത്ത് സദഖത്ത് എന്ന് തീർക്കാതിരിക്കട്ടെ. അതിൽ വരെ സക്കാത്ത് ഉണ്ട് എന്നർത്ഥം. കുട്ടികളുടെ സ്വത്തിൽ, സ്ത്രീകളുടെ സ്വത്തിൽ, വൃദ്ധജനങ്ങളുടെ എല്ലാത്തിനും സക്കാത്തിന് നിസാബത്തിയുടെ സക്കാത്തുണ്ട്. പക്ഷെ ജിസിയ അങ്ങനെയല്ല. ജിസിയ എല്ലാ മുസ്ലിം പൗരന്മാരുടെ മേൽ ബാധ്യതയായ ഒരു വിഷയമല്ല. അത് ആരുടെ മേൽ ബാധ്യതയായി, അതാണ് നമ്മളിവിടെ തുടക്കത്തിൽ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് പ്രമാണവചനങ്ങളെ ഉദ്ധരിച്ച് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് മുആദിനെ അയച്ച് അവിടെ നിന്ന് ജിസിയ സ്വീകരിച്ചതിൻ്റെ ഉദാഹരണം നമ്മൾ വായിക്കും. ബഹ്റൈനിൽ, അന്ന് ബഹ്റൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അഹ്സ, ഖതീഫ്, ദാറൈൻ തുടങ്ങിയ ഭാഗങ്ങളാണ്. ഹജർ എന്ന് പറയുന്ന പ്രസിദ്ധമായ പട്ടണമുള്ള ബഹ്റൈൻ, ഇറാഖിലൊരു ബഹ്റൈനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പിന്നെ ഫതഹുൽ ബാരിയിൽ ഇബ്നു ഹജറൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇറാഖിലെ ഒരു ബഹ്റൈനെ കുറിച്ച്. ഇവിടെ പ്രസിദ്ധമായ ബഹ്റൈൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന് ശേഷം ജഹ്റാനയിൽ കൂടി, പിന്നെ അവിടെ നിന്ന് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ ബഹ്റൈനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഇവിടെ അൽ മുൻദിർ ബിൻ സാവ അൽ അബ്ദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. ഇവിടെ മജൂസികളായിരുന്നു. അവരുടെ ഭരണാധികാരിയായിരുന്നു അൽ മുൻദിർ ബിൻ സാവ അൽ അബ്ദി. ഈ അൽ മുൻദിർ ബിൻ സാവ അൽ അബ്ദി ഇസ്ലാം ആശ്ലേഷിച്ചു. പക്ഷേ ഇവിടെയുള്ള പൗരന്മാർ മജൂസികളായിട്ട് തുടർന്നു. അപ്പം അവരിൽ നികുതി ബാധ്യതയായുള്ളവരുടെ മേൽ നികുതി ചുമത്തി. ആ നികുതി വാങ്ങാൻ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിച്ചു. ഇവിടെയുള്ളവർക്ക് അമീറായി അൽ അലാഉൽ ഹദ്റമിയെ നിയോഗിക്കുകയുണ്ടായി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. ഉഖൈദീർ, ദൗമത്ത് ജന്തലിലെ ഭരണാധികാരി ഉഖൈദീർ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി, അയാളിൽ ജിസിയ ബാധ്യതയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കും. ഏതായാലും ജിസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു സാങ്കേതിക സംജ്ഞയാണ്. ആ ജിസിയ ഇസ്ലാമികേതര സമൂഹങ്ങളിലും അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട അറിയപ്പെട്ട ജിസിയ അതൊരിക്കലും അന്ന് കാലങ്ങളിൽ അറിയപ്പെട്ട ഒരു ജിസിയയുടെ പ്രത്യേകത്തിലോ സ്വഭാവത്തിലോ ആയിരുന്നില്ല. ഇസ്ലാമിൽ ജിസിയ അത് എങ്ങനെ, എന്ത് എന്നുള്ളതിൻ്റെ ചരിത്രവും അത് പ്രയോഗിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. പഠനാർഹമായിട്ടുള്ള ഒരു വിഷയമാണ് അൽ ജിസിയ എന്നുള്ള വിഷയം. ചിലത് മാത്രം ഇവിടെ ഉണർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഈ ദീനിൽ നമുക്ക് എല്ലാവർക്കും ജ്ഞാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള തുണയും തൗഫീഖും നമുക്കെല്ലാം കനിയുമാറാവട്ടെ.